ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൂടുതൽ വിളിച്ചു നിന്നിട്ടുണ്ടല്ലേ, നമുക്ക് നേരെ കാര്യത്തിലേക്ക് അങ്ങ് പോകാം. ഞാനൊരു മേക്ക് ഓവർ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിൽ കുറെ നാളായിട്ടുള്ളൊരു ടാബ്ലറ്റ് ഇത് പണിയിച്ച് കൊണ്ടാന്നേരെ ഞാൻ വിചാരിച്ചതാ ഇതിൽ മേക്ക് ഓവർ ചെയ്യണം, പെയിന്റ് അടിക്കണം, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ ഒന്നും നടന്നിട്ടില്ല. അതിന് പകരം ഞാൻ എൻ്റെ റൂം പെയിന്റ് അടിക്കാൻ വരെ ഈ ടാബ്ല യൂസ് ചെയ്തത്. അങ്ങനെ ആപ്പിൾ പോലെ ഇരുന്ന് ഈ ടാബിളിന്റെ മോന്തായം അയില വറുത്തതുപോലെ ഞാൻ ആക്കിയിട്ടുണ്ട്. അലങ്കോല പണികളിൽ ഒട്ടും കുറവ് വരുത്തിയിട്ടില്ല. എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തിന് കൂടുതൽ പറയുന്നത്, അതിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഞാൻ പെയിന്റ് വരെ അടിച്ചത്. അത് പോരാത്തതിന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ചെയ്ത എല്ലാ കൊത്തുപണികളും അതുപോലെ അതിന്റെ മുകളിലുണ്ട്. അപ്പോൾ പണിയായുധങ്ങളുമായിട്ട് ഞാൻ രംഗപ്രവേശനം നടത്തിയിട്ടുണ്ട്. ഉദ്ദേശം അറിയാലോ, ഇതിന് ചെറുതായിട്ടൊന്ന് മിനുക്കിയെടുക്കണം. അപ്പോൾ ടാബിളിന്റെ ഭൂതവും ഭാവിയും ജാതകമൊക്കെ ഞാൻ പറഞ്ഞു. ഇനി സ്റ്റിക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിന് ഓർഡർ ചെയ്തതാണ്. 200 സംതിങ് അങ്ങനെയാണ് റേറ്റ് വരുന്നത്. ഇതിന്റെ പല ഡിസൈനും ഉണ്ട്, പക്ഷെ എനിക്ക് വൈറ്റിനോട് താല്പര്യം, അതുകൊണ്ട് ഈ പ്ലെയിൻ വൈറ്റ് ഓർഡർ ചെയ്തു. എൻ്റെ ഒരു അഭിപ്രായത്തിലെ പണി അറിയാവുന്ന ആരെങ്കിലും വിളിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കൂട്ടത്തിൽ കുറച്ച് ക്ഷമയും കൂടി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ്. അതിന്റെ കാരണമൊക്കെ നിങ്ങൾക്ക് വീഡിയോന്റെ ലാസ്റ്റ് എത്തുമ്പോൾ മനസ്സിലാവും. എന്തായാലും ഞാൻ ഐശ്വര്യമായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു മെഷർമെന്റ് എടുത്തിട്ടുണ്ട്. ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കുറച്ചും കൂടി പോർഷൻസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ ഐശ്വര്യമായിട്ട് ഒട്ടിക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ശരിക്കും പറയാലോ, ഈ പാർട്ട് തന്നെ കുറച്ചൊന്ന് വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് വെക്കുമ്പോൾ മറ്റേ ഭാഗം ശരിയാവില്ല, മറ്റേ ഭാഗം ശരിയാകുമ്പോൾ സെന്റർ പോർഷൻ ശരിയാവില്ല. അത് പിന്നെയും സ്റ്റിക്ക് ചെയ്ത സാധനം പിന്നെ അടർത്തി എടുത്ത് പിന്നെ ഒട്ടിച്ച് പിന്നെ അടർത്തി ഒട്ടിച്ച് അങ്ങനെ 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 കുറച്ചൊന്ന് കഷ്ടപ്പെട്ട്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ അടിയിലുള്ള എയർ ബബിൾസ് എല്ലാം പ്രോപ്പറായിട്ട് നീക്കിയിട്ടില്ലെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ആണ് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് ഒരു വലിയ സ്കെയിലായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ നല്ലോണം പ്രസ് ചെയ്തിട്ട് അത് കളയുന്നുണ്ട്. ഓവറായിട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഷീറ്റ് കയറിപ്പോവും. അതുകൊണ്ട് ആരെയും മനസ്സിൽ ധ്യാനിച്ചിട്ട് ആ പണി ചെയ്യാൻ നിൽക്കേണ്ട, വളരെ ജെന്റിലായിട്ട് ചെയ്താൽ മതി. പിന്നെ ഇത് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് വിചാരിക്കേണ്ട, സഹായത്തിന് ഇതിനെപ്പോലത്തെ ഒരു സാധനത്തിന് കൂട്ടിക്കോ. വേറെ പ്രത്യേകിച്ച് ഒരു പണിയും ഇല്ല. അടി ആ ഷീറ്റിങ് വലിക്കുക വേണ്ടുള്ളൂ. ഇവളെ എക്സ്പ്രഷൻ കണ്ടായിരിക്കും ഇവളാണ് ആ മേശ പണിയുന്നത്. ഞാൻ പണ്ട് നമ്മളെ സ്കൂളിലെ ഡെസ്കിന്റെ മുകളിൽ കോമ്പസ് ഒക്കെ ഇട്ട് വരയ്ക്കുന്ന പോലെ ഇതിൻ്റെ അകത്ത് എന്തെല്ലോ പണി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഏരിയ അങ്ങ് സ്മൂത്ത് ആയിട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഈ കാണുന്നത്. ഇവൾ എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ ഓക്കെ, നമുക്ക് കുറച്ച് മ്യൂസിക് കേൾക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഒരുമാതിരി അപായിച്ചിരിപ്പെട്ടിട്ട് ഇൻസൈഡ് ആക്കിയ പോലെയാണ്. അതായത് അപ്പർ പോർഷൻസ് മാത്രം മിനുക്കിയിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഇതുപോലെ വിട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇല്ല, ഞാനിത് എന്തായാലും വുഡ് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുള്ള ക്ഷമമൊന്നും എനിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്ത് അപ്ലോഡ് ചെയ്തത്. പിന്നെ അതെല്ലാം വീഡിയോ എടുക്കുന്നത് ഭയങ്കര മെനക്കേടാണ്. എന്നാൽ പിന്നെ ഫുൾ സൈഡും ഇത് പെയിന്റ് തന്നെ ചെയ്താൽ പോരെ എന്നാണ് ചിന്തിക്കുന്നെങ്കിൽ ശരിയാണ്, ഞാനും അത് ആലോചിച്ചാണ്. പക്ഷെ എനിക്ക് വേണ്ടത് കുറച്ചും കൂടി ഗ്ലോസി ടച്ചുള്ളൊരു ഫിനിഷിംഗ് ആണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ഈ സ്റ്റിക്കർ കൊടുക്കുന്നത് തന്നെയാണ്. എന്നിട്ട് ലോവർ പോർഷൻ പെയിന്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി ഞാനിതിന്റെ എൻഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ പുസ്തകത്തിനൊക്കെ പൊതിയിടുന്ന ടൈമിൽ എന്തായിട്ട് ക്രോസ് കട്ട് ചെയ്യുമല്ലോ, ക്രോസ് ആയിട്ട് എൻഡിൽ കട്ട് ചെയ്യുമല്ലോ, അതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇതിങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളതൊപ്പം തന്നെ വിട്ടാൽ ഈ രണ്ട് എൻഡും കൂടിയിട്ട് വീണ്ടും സ്റ്റിക്കായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. ഇത്രയും പറഞ്ഞിട്ടും ശ്രദ്ധിച്ചിട്ടും നീ എന്താ എൻഡിൽ ചെയ്ത് വെച്ചതെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അതെ, അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോടും പറയുന്നത്. അതുപോലെ ഈ കർവും കൂടി നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടൊന്ന് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കുക. ബാക്കി ഞാൻ പിന്നെ പറയണ്ടല്ലോ, ഇതുപോലെ തന്നെ 4 സൈഡും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും ഫൈനൽ ടച്ച് പെയിന്റ് അടിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഭംഗി ഇതിനെ ഞാൻ തോന്നി. പിന്നെ ഈ ലോവർ പോർഷൻസ് പെയിന്റ് അടിക്കുമ്പോൾ അത്രയെല്ലാം മെനക്കേട് ഉണ്ടാവില്ലല്ലോ. ഇത് എളുപ്പപ്പണിയും കൂടി നോക്കുമ്പോൾ ഇത് തന്നെയാണ് ബെറ്റർ. പണ്ട് ഞാൻ ഈ ക്രാഫ്റ്റ് ഒക്കെ ഇന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സമയത്ത് എടുത്ത് വെച്ചൊരു സർജിക്കൽ നൈഫാണിത്. ഇത് വെച്ചിട്ട് എൻ്റെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ എഡ്ജിൽ കാണിച്ച കലാപരിപാടി ഒന്നും കൂടി കാണിച്ചു തരാം. ഇപ്രാവശ്യവും വലിയ ശരിയായിട്ടൊന്നുമില്ല, അത് വേറെ കാര്യം. മതി, അതെല്ലാം പോട്ടെ. എന്തായാലും ഫൈനൽ റിസൾട്ട് ഞാൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തായാലും അടുത്ത വീഡിയോസിൽ കാണാം. सा लगता है जब आता भीड़ में अक्सर मुझको तन्हा करता है। काश वो पल पैदा ही ना हो जिस पल में नजर तू ना आए। मर जाए
मर जाए हाँ मर जाए